കർണൻ എന്ന് പറഞ്ഞാൽ നമുക്ക് വീരനായകൻ എന്നേ വരുള്ളൂ. അർജുനൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അർജുനന്റെ വീരത്വം മാത്രമേ പെട്ടെന്ന് ഓർമ്മ വരുള്ളൂ. പക്ഷേ എല്ലാ കഥാപാത്രങ്ങൾക്കും ഇതിഹാസം ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ആഖ്യാനമാണ്. ഒരു മനുഷ്യൻ എപ്പോഴും വീരനായിട്ടാണോ ഇരിക്കുക? ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ എല്ലാ ഷെയ്ഡുകളും കൂടെ കൂടുമ്പോഴാണ് അയാൾ രൂപപ്പെടുന്നത്. അപ്പൊ ഒരൊറ്റ കർണന്റെ 3 ഭാവങ്ങളിലൂടെ കർണൻ എന്ന കഥാപാത്രത്തെ വേദവ്യാസൻ എങ്ങനെയാണ് പൂർത്തീകരിച്ചത്? വിവിധ ഭാവങ്ങളുണ്ട്, അതിൽ പ്രധാന 3 ഭാവങ്ങളിലൂടെ വ്യാസൻ എങ്ങനെയാണ് പൂർത്തീകരിച്ചത്, ഇതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. അത് വളരെ ഭംഗിയായി സാമാന്യ വിഷയത്തോട് നന്നായി നീതി പുലർത്തി നിങ്ങൾ ചെയ്തു. എനിക്ക് ഒരു അഭിപ്രായം തോന്നിയത്, ഈ കരുണമെന്ന് പറയുന്നത് പൊട്ടിക്കരച്ചിലല്ല. കുന്തിയുടെ മുമ്പിൽ കർണൻ ഇങ്ങനെ അമ്മേ എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുന്നതല്ല കരുണം. കരുണം ഉള്ളിൽ തോന്നുന്ന ഒരു ചിലപ്പോ ദൈന്യതയാവാം, ചിലപ്പോ കാരുണ്യമാവാം. ഇതൊക്കെ കരുണത്തിന്റെ ഭാവമാണ്. അപ്പൊ കരച്ചിലാണ് കരുണം. മുരളിച്ചേട്ടൻ അതിനെ പൂരിപ്പിക്കും എന്ന് വിചാരിക്കുന്നു. കരച്ചിലാണ് കരുണം എന്ന് തെറ്റിദ്ധരിച്ചു പോവരുത് എന്ന് എനിക്കൊന്ന് തോന്നിയിട്ടുണ്ട്. കർണൻ എപ്പോഴും ആലോചിച്ചത്, ഞാൻ കൊട്ടാരത്തിലായിരുന്നെങ്കിൽ, ഞാൻ എന്നെ എല്ലാവരും അംഗീകരിച്ചിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ ആയേനെ. പക്ഷെ കർണൻ ധാരാളം അംഗീകാരങ്ങൾ ലഭിച്ചിട്ടും അതിനൊരു രാജ്യം മുഴുവൻ കൊടുത്തേ ദുര്യോധനൻ. എന്നിട്ടും ഈ ദുര്യോധനന്റെ കുൽസിത ശ്രമങ്ങൾക്കൊക്കെ ആൻഡ് പാർട്ടി പാടാൻ പോയി, അല്ലെ? ദുര്യോധനൻ ആൻഡ് ടീം എന്ന് പറയുന്നതിൽ എല്ലാത്തിലും കൈയടിച്ച് ദുര്യോധനനെ പ്രോത്സാഹിപ്പിക്കുന്ന സഖ്യമായി പോയി കർണന്റേത് എന്നുള്ളത് കർണന്റെ ഷെയ്ഡുകൾ പരിശോധിക്കുമ്പോൾ കൃത്യമായി നാം പഠിക്കപ്പെടേണ്ട ഒരു കർണന്റെ പ്രത്യേകതയാണെന്ന് തോന്നുന്നു.